ഹലോ ഗേസ്, പുതിയങ്ങാടി നേർച്ചയുടെ 2026 ഒരു ചെറിയ വിവരണം നൽകാം അറിയാത്തവർക്ക് വേണ്ടി. പുതിയങ്ങാടി നേർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു 12 മണിക്ക്, അതായത് ലൊഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം, ലൊഹർ ബാങ്ക് പുതിയങ്ങാടി പള്ളി, ജാറത്തിൻ്റെ പള്ളിയിൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് അരിച്ചാക്കുമായിട്ടുള്ളൊരു വരവുണ്ട്. അത് എവിടെ നിന്ന് വെച്ചാൽ നമ്മളെ ബിപിയങ്ങാടി മാർക്കറ്റ്, മീൻ മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് മീൻ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ പഴയ കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ്. കഞ്ഞി വെക്കാനുള്ള അരി ഓരോരുത്തർ സ്പോൺസർ ചെയ്യും, സംഭാവനകൾ ചെയ്യും, നെയ്യത്ത് ചെയ്യും, സദക്ക ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനെ ആ അരി തലയിൽ വെച്ചിട്ടാണ് ജാറത്തിങ്ങൾ ഫസ്റ്റ് കടക്കുന്നത്, ഫസ്റ്റ് തുടക്കട്ട. അതിൻ്റെ ഒരു വിഷ്വലാണ് കാണുന്നത്. അതൊക്കെ ആളുകളൊക്കെ ഫസ്റ്റിൽ ഇങ്ങനെ വരും. അതിൽ അത്തറ്, മറ്റേ ഊത്, അല്ലെങ്കിൽ കുന്തിരിക്കം, അല്ലെങ്കിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചാണ്ടില്ല പുക. ഊതോ അല്ലെങ്കിൽ കുന്തിരിക്കോ അല്ലെങ്കിൽ ചന്ദനത്തിരി സ്മെല്ലുണ്ടാവും, മൊത്തം പരക്കും. അതിൻ്റെ ചുറ്റുഭാഗം നല്ല ഭയങ്കര സ്മെല്ലാവും, ചന്ദനത്തിൻ്റെ സ്മെല്ലാവും. അത് അരിച്ചാക്കണ്ടില്ല, എല്ലാവരുടെ തലയിലും അരിച്ചാക്ക. ആർക്കും ഏറ്റട്ടാവും, ആരോഗ്യമുള്ള ആരും അത് ഏറ്റലെന്ന് വെച്ചാൽ ഒരു ഇതാണ്. ഇങ്ങോട്ട് എൻ്റെ തലയ്ക്ക് വെച്ചുകൂടും, എൻ്റെ തലയ്ക്ക് വെച്ചുകൂടും, എന്നിട്ട് ആൾക്കാർക്ക് തല്ലാവും. ഇഷ്ടമാതിരി അരിച്ചാക്ക് ഒരേ സമയത്ത് വരണ കണ്ടില്ലേ. ഒരു 100 ചാക്കുണ്ട് ടോട്ടല്. എന്നിട്ട് ഈ അരിച്ചാക്ക് ഏറ്റിയിട്ട് ഫസ്റ്റ് അരിച്ചാക്ക് ഏറ്റ് ഫസ്റ്റ് ഊതും പൊടികളും ഒക്കെ ഫസ്റ്റ് പോവും. പിന്നെ അവരെ എതിരേൽക്കാനൊരു ടീം പോവും. യാറത്തിൻ്റെ പുട്ടുംപിളി എന്ന് പറയും, മുട്ടുംപിളിക്കാർ പോവും. ചെറിയ പീപ്പിളി ഇതൊക്കെ വെച്ച് പഴയ കാലത്ത് ഇവരെ അങ്ങോട്ട് ക്ഷണിക്കാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ ക്ഷണിക്കാൻ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരും. അനൗൺസ്മെന്റ് വണ്ടികളുണ്ട്. അത് വൈകിട്ടും 3 ദിവസം നേർച്ചയ്ക്ക് ഇങ്ങനെ പരസ്യങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റി കളിക്കും. 3 വണ്ടികളുണ്ടാവും. അപ്പോൾ അതിന് ശേഷം വണ്ടിയിലെ ബാൻഡ് വാദ്യമേളാണ് നേരെ ബാക്കിൽ, വിളംബരം എന്നും പറയാം. പിന്നെ വാദ്യമേളക്കാരാണ് കേട്ടോ ഫസ്റ്റ്. അതിൻ്റെ ബാക്കിൽ അടുത്ത ടീം ഉണ്ടാവും, ശിങ്കാരിമേളം. വാദ്യമേളം കഴിഞ്ഞ് ശിങ്കാരിമേളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെൻഡിങ് ആയ നാസിക് ഡോൾ ടീംസ് ഉണ്ടാവും. ഇത് വാദ്യമേളത്തിൻ്റെ നേരെ താഴത്തുള്ള ഒരു പഴയ കാല ഒരു മുട്ടാണിത്, ചാടിമുട്ട്. നമ്മളെ ഇപ്പോഴത്തെ തലമുറകൾ ഇത് കാണാൻ സാധ്യതയില്ല, എനിക്കും ഓർമ്മയില്ല. ഞാൻ ഇപ്പോൾ അത് കണ്ടപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതാണ് ചാടിമുട്ട് എന്ന് പറഞ്ഞൊരു കലാരൂപമാണ്. അതിൻ്റെ തൊട്ട് വിറകിലായിട്ടുള്ളതാണ് നമ്മളെ ശിങ്കാരിമേളം. അത് നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ശിങ്കാരിമേളം എല്ലാവർക്കും അറിയാവുന്നൊരു കലാരൂപമാണ്. ശിങ്കാരിമേളാണ് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വിറകിലായിട്ട് വരുന്നത്. ഇതൊക്കെ ഉച്ച സമയത്താട്ടോ, ഒരു 11 മണിക്ക് ശേഷം, അതായത് ലൊഹർ ബാങ്ക് കൊടുക്കണതിൻ്റെ 12ൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന ലെവൽ. കുറച്ച് ദൂരമുള്ളൂ, അധികം പോവില്ല. അറിയാത്തവർ മനസ്സിലാക്കി ഇവിടുത്തെ തുടക്കം എങ്ങനെയാണെന്നുള്ളത്. രാത്രി കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അധികം കൊടിയേറ്റത്തിൻ്റെ കാഴ്ചകളാണ് എല്ലാവരും അധികത്തിൽ. ഇതാണ് അവിടുത്തെ ഫസ്റ്റ് ചടങ്ങാണിത്. ഇതിനാണ് പ്രാധാന്യം കൂടുതൽ ഉണ്ടാകൽ. ഇത് പഴയ കാലത്ത് ആരും ദാരിദ്ര്യം പാടില്ല എന്നൊരു സംഭവം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കഞ്ഞി വെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായം. ഇപ്പോൾ ബിസിനസ് ലെവലിലും നാഷണൽ ലെവലിലും പല രൂപങ്ങളും കാലങ്ങളൊക്കെ മാറിയിട്ടാണ് വരുന്നത് ഇപ്പോഴത്തെ ഈ തലമുറകളിൽ. പഴയ കാലത്ത് ഇത് പട്ടിണി മാറ്റാനുള്ളൊരു സംഭവമായിരുന്നു. ഒരു 6 മാസത്തോളം ഈ അരി ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കും, അന്നദാനം കൊടുത്തിരുന്നു. അതാണ് ഇതിൻ്റെ ചരിത്രം അറിയുകയാണെന്ന് വെച്ചെങ്കിൽ പഴയ കാലം അങ്ങനെയായിരുന്നു. പഴയ ആളുകൾ പറഞ്ഞിരുന്നത് ദാരിദ്ര്യം കുറിച്ച ഒരു സംഭവമായിരുന്നു പഴയ കാലം. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നേർച്ച വെച്ചിട്ട് അവിടെ പോയിട്ട് അന്നദാനം, എല്ലാവരും കഞ്ഞും നാസിക് ഡോൾഡ്, ഇത് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. ഏറ്റവും നല്ല ടീമാണ് നമ്മളെ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ടീമാണ് ഇത് നാസിക് ഡോൾ ഇത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഇതേ ടീം തന്നെയാണ്, ഇത് കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചാണ് ഇതെല്ലാവരും. ഇതേ ടീം തന്നെയാണ് കൊടിവേരിനും ലാസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാകുക. കൊടിയേറ്റ് വരുന്ന വരവിനും ഇവരൊക്കെ തന്നെ ആവും. കണ്ടില്ലേ, ഇത് നമ്മളെല്ലാവരും പരിപാടിയുള്ള ഒരു ആഘോഷമാണ്. ഇത് അവിടെയുള്ള നാട്ടുകാർ മാത്രമാണ് മിക്കവാറും ഇതിന് പങ്കെടുക്കുന്നത്.